1. അമ്പലപ്പുഴ പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസത്തോളം വിശിഷ്ടവും സ്വാദിഷ്ടവുമായ ഒരു ക്ഷേത്ര നിവേദ്യം മറ്റെങ്ങും ഇല്ലാത്തതുകൊണ്ടാവാം അത് ലോകപ്രസിദ്ധമായത്. ഗോപാല കഷായം എന്നൊരു പേരും അമ്പലപ്പുഴ പാൽപ്പായസത്തിനുണ്ട്. ആയുർവേദത്തിലെ കഷായങ്ങൾ തയ്യാറാക്കുന്നതുപോലെ കൂടുതൽ വെള്ളമൊഴിച്ച് ചേരുവകൾ, അതായത് അരിയും പാലും ചേർത്ത് വേവിച്ച് കുറുക്കിയെടുക്കുന്നതിനാലാണ് ആ പേര് കിട്ടിയത്. പാൽപ്പായസം വെന്തു പാകമാകുമ്പോൾ ചന്ദനത്തിൻ്റെ നിറവും ചെമ്പകപ്പൂവിൻ്റെ ഗന്ധവുമായിരിക്കും. ഏകാദശി ഉൾപ്പെടെ എല്ലാ ദിവസവും ഉച്ചപൂജയ്ക്ക് നിവേദിക്കുന്ന പാൽപ്പായസത്തിന് ഇപ്പോൾ വില ലിറ്ററിന് 160 രൂപയാണ്. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പ്രചാരത്തിലുള്ള പ്രധാന കഥ താഴെ പറയുന്ന പ്രകാരമാണ്. തുടർച്ചയായി കൃഷിനാശം സംഭവിച്ച് വിത്തിന് നെല്ല് കിട്ടാതെ വിഷമിക്കുന്ന കർഷകർക്ക് കൊടുക്കാനും മറ്റുമായി ചെമ്പകശ്ശേരി രാജാവ് തലവടി സ്വദേശിയായ പട്ടമന ഇല്ലത്തെ ബ്രാഹ്മണനോട് കുറേയേറെ നെല്ല് വായ്പയായി വാങ്ങി. മുതലും പലിശയും ചേർന്ന് അത് 36,000 പറയായി വർദ്ധിച്ചു. രാജാവിനോട് കടം തീർക്കണമെന്ന് പല പ്രാവശ്യം ബ്രാഹ്മണൻ അപേക്ഷിച്ചെങ്കിലും ഒന്നിലധികം കൃഷികളിൽ നിന്ന് ഉദ്ദേശിച്ചത്ര വിളവ് ലഭിക്കാത്തതിനാൽ രാജാവിന് നെല്ല് മടക്കി കൊടുക്കാനായില്ല. ഒരു ദിവസം രാജാവ് ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ എൻ്റെ കടം തീർക്കാതെ ഭഗവത് ദർശനത്തിനായി അങ്ങ് അകത്ത് കടക്കരുത് എന്ന് ബ്രാഹ്മണൻ ആവശ്യപ്പെട്ടു. സത്യസന്ധനായ രാജാവ് വിഷമിച്ചു. മന്ത്രി പാറയിൽ മേനോൻ വിവരമറിഞ്ഞ് അവശ്യം വേണ്ട നെല്ല് കിഴക്കേ ആനക്കൊട്ടിലിൽ എത്തിക്കുവാൻ നാട്ടുകാരായ കൃഷിക്കാരോട് ആവശ്യപ്പെട്ടു. രാജാവിൻ്റെ കടം തീർക്കുവാൻ നെല്ല് കൈവശമുള്ളവരെല്ലാം ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അളന്ന് കൂമ്പാരമാക്കിയിട്ടു. ഉച്ച ശീവേലിക്ക് മുൻപ് നെല്ല് മുഴുവൻ ആനക്കൊട്ടിലിൽ നിന്നും അളന്ന് മാറ്റേണ്ടതാണെന്ന നിർദ്ദേശവും മന്ത്രി പാറയിൽ മേനോൻ ബ്രാഹ്മണന് നൽകി. മന്ത്രി രഹസ്യമായ മാർഗത്തിലൂടെ ചുമട്ടുകാരോ വള്ളക്കാരോ ആരും ബ്രാഹ്മണൻ വിളിച്ചാൽ ചെല്ലാതിരിക്കുവാനും ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നവരെല്ലാം സ്ഥലം വിട്ടു പോകാനും ഏർപ്പാടാക്കി. ഉച്ച ശീവേലിക്ക് സമയമെടുത്തിട്ടും ചുമട്ടുകാരെയോ വള്ളക്കാരെയോ ബ്രാഹ്മണന് കിട്ടിയില്ല. നെല്ലളന്നു മാറ്റാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ആ ബ്രാഹ്മണൻ താൻ അകപ്പെട്ട കെണിയെപ്പറ്റി ബോധവാനായത്. നെല്ല് ചുമന്നു മാറ്റാതിരുന്നാൽ ഉച്ചപൂജാ ചടങ്ങ് നീണ്ടുപോകുകയും അതിനുള്ള ശിക്ഷ വേറെ കിട്ടുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ബ്രാഹ്മണൻ ആ നെല്ല് മുഴുവൻ ഭഗവാന് സമർപ്പിച്ചു. അതിൻ്റെ പലിശ കൊണ്ട് നിത്യേന കൃഷ്ണസ്വാമിക്ക് പാൽപ്പായസ നിവേദ്യം നടത്തുവാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. അങ്ങനെ ആ നിവേദ്യം ഇന്നും മുടങ്ങാതെ നടന്നുവരുന്നു. ആരൊക്കെ ചീട്ടാക്കിയാലും ഇല്ലെങ്കിലും പതിവ് അടിയന്തരത്തിൽപ്പെടുത്തിയ അളവിൽ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കി എല്ലാ ദിവസവും ഭഗവാന് നിവേദിക്കും. അതിനാൽ അമ്പലപ്പുഴ പാൽപ്പായസം ബുക്ക് ചെയ്ത് വാങ്ങിയാലും അത് നമ്മുടെ വഴിപാട് പായസം ആവുകയില്ല. പാൽപ്പായസത്തെ പറ്റിയുള്ള മറ്റൊരു ഐതിഹ്യം. ചതുരംഗം കളിക്കുന്നതിൽ ഭ്രമമുണ്ടായിരുന്ന ചെമ്പകശ്ശേരി രാജാവ് തന്നെ തോൽപ്പിക്കുവാൻ മറ്റു കളിക്കാരെ വെല്ലുവിളിച്ചു. ഒരു സാധു മനുഷ്യനാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തത്. പന്തയം ഇപ്രകാരമായിരുന്നു: രാജാവ് തോറ്റാൽ 64 കളങ്ങളുള്ള ചതുരംഗ പലകയിൽ ഒന്നാമത്തേതിൽ 1 നെന്മണി, രണ്ടാമത്തേതിൽ 2, മൂന്നാമത്തേതിൽ 4, ഇങ്ങനെ ഇരട്ടപ്പെരുക്കത്തിൽ 64 കളങ്ങളും പൂർത്തിയാക്കി കിട്ടുന്ന നെല്ല് എതിരാളിക്ക് കൊടുക്കണം. രാജാവിന് ഇത് നിസ്സാരമായി തോന്നി. കളിയിൽ രാജാവ് തോൽക്കുകയും എതിരാളി പന്തയത്തുക കണക്ക് തെറ്റാതെ നൽകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. കളങ്ങളിൽ പകുതിയാകുന്നതിന് മുൻപ് തന്നെ അളവ് മതിയാക്കേണ്ടി വന്നു. രാജ്യത്തുള്ള നെല്ല് മുഴുവൻ കടം വീട്ടാൻ നീക്കിവെച്ചിട്ടും പന്തയ നെല്ല് കൊടുത്തു തീർക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ രാജാവിൻ്റെ അഹങ്കാരം ശമിച്ചു. എതിരാളിയുടെ മുഖത്തു നോക്കിയപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെയാണ് രാജാവിന് കാണാൻ കഴിഞ്ഞത്. രാജാവ് ക്ഷമായാചനം ചെയ്തു. പന്തയം തീർന്നു.
ദിവസവും എനിക്ക് പാൽപ്പായസം നിവേദിച്ച് കടം വീട്ടുക എന്ന് ഭഗവാൻ അരുൾ ചെയ്ത ശേഷം മറഞ്ഞു അത്രേ. തയ്യാറാക്കുന്ന വിധം: ഉണക്കലരിയും അമ്പലത്തിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തെ മണിക്കിണറിലെ വെള്ളവും പാലും പഞ്ചസാരയും മാത്രമാണ് ഇതിൻ്റെ ചേരുവകൾ. പണ്ടുകാലത്ത് ഖണ്ഡസാരി പഞ്ചസാര എന്ന പേരിൽ കിട്ടുന്ന പഞ്ചസാരയാണ് ഉപയോഗിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ 36 പറ പാലും അതിനു വേണ്ട അരിയും പഞ്ചസാരയുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. കേട്ടറിഞ്ഞ പ്രകാരം തയ്യാറാക്കുന്ന വിധം ഇങ്ങനെയാണ്. ഉദയത്തിനു മുൻപ് ഒരു വലിയ വാർപ്പിൽ വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ പാല് ചേർത്ത് സാവധാനത്തിൽ വറ്റിക്കുന്നു. വെള്ളം ഏതാണ്ട് മുഴുവനും വറ്റിക്കഴിയുമ്പോൾ അരി ചേർക്കുന്നു. 1 മണിക്കൂർ കൂടി കഴിയുമ്പോഴേക്കും പാലിൻ്റെ 11 ഭാഗം കൂടി വറ്റിക്കഴിയുമ്പോൾ പഞ്ചസാര ചേർത്തിളക്കി പകർന്നെടുത്ത് നിവേദിക്കുന്നു.